ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നമുക്ക് പൊതി പൊറാട്ട, അതായത് കിഴി പൊറാട്ട എന്നൊക്കെ പറയും. അതെങ്ങനെ അതിൻ്റെ മസാല, ചിക്കൻ മസാല എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായവ ഞാൻ ആദ്യം മസാല പൊടികൾ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ട്. അതിന് 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി, 1 ടീസ്പൂൺ അരിപ്പൊടി, 3 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ചില്ലി ചിക്കൻ പൗഡർ. ചില്ലി ചിക്കൻ പൗഡർ വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചില്ലി ചിക്കൻ പൗഡർ ചേർത്തിരിക്കുന്നത്. ഈ മസാലകൾ തന്നെ നന്നായിട്ടുണ്ടാവും. ശേഷം 1 നാരങ്ങയുടെ നീര്, 1/4 കപ്പ് തൈരും ചേർത്ത് നന്നായി ഈ മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. ഈ മസാലകളൊക്കെ മിക്സ് ചെയ്യാനുള്ള തൈരും നാരങ്ങ നീരിലും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് ചിക്കനിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നല്ല തിക്ക് മസാലയായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്താതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ റെഡിയാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ വരുന്നത് പോലെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയുമാണ്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ച് ഇതാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലോട്ട് ഞാൻ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല. 3/4 വേവ് ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊറോട്ടക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പൊറോട്ട ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെല്ലാവരും ഒന്ന് പോയി കാണണം. നല്ല എളുപ്പത്തിലുള്ള റെസിപ്പി ആയിട്ട് ഞാൻ പൊറോട്ട 3 മെത്തേഡ്സ് അതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ പൊറോട്ട വീട്ടിൽ ഉണ്ടാക്കാം. വീശി അടിക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ പൊറോട്ട റെഡിയാക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് ഇത് ചില്ലി ചിക്കൻ കംപ്ലീറ്റ് ഒന്ന് മാറ്റി വെക്കണം. നമ്മൾ കിഴി പൊറോട്ട റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കിഴി പൊറോട്ട. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. നല്ല വെറൈറ്റി ആയിട്ടുണ്ടാവും. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്ത്, പച്ചമുളക് കീറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
ഉള്ളി പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വരുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം തക്കാളിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മസാല മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ ഉള്ളിക്ക് പാകത്തിനുള്ള ഉപ്പും മസാലകളാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ വരുന്ന പോലെ പെരിഞ്ജീരക പൊടിയും മല്ലിപ്പൊടിയും ചേർന്ന് പൊടിച്ച് വെച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ശേഷം മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം വെള്ളം ചേർത്തൊന്ന് നന്നായി ഒരു മസാല രൂപത്തിലാക്കിയെടുക്കാം. വെള്ളം കൂടി പോണ്ട, പക്ഷെ തീരെ ഇല്ലാതെയും ഉണ്ടാകാൻ പാടില്ല. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം നമുക്ക് പൊരിച്ചു വെച്ച ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കിഴി പൊറോട്ടയ്ക്ക് കുറച്ചൊരു മസാല ആവശ്യമാണ്. അപ്പോൾ കുറച്ച് മസാലയോടുകൂടി ഉള്ളാൻ വേണ്ടി അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ അളവിൽ നമുക്ക് മസാല ആവശ്യമാണ്. നമ്മൾ പൊറോട്ടൻ്റെ മേലെ വെക്കുമ്പോൾ പൊറോട്ടക്കും ആ ഒരു നനവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മസാലയോടുകൂടി വേണം നമുക്ക് ഇതുണ്ടാക്കാൻ. അപ്പോൾ നല്ല ഡ്രൈ ആണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, പക്ഷേ വെള്ളം കൂടിപ്പോകാനും പാടില്ല. ഇത് കണ്ടില്ല, നല്ലൊരു പാകത്തിനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ആദ്യം തന്നെ 3/4 നമ്മൾ വേവിച്ച് എടുത്തതാണ്. ബാക്കി ഇതിൽ കടന്ന് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള വേവ് കൂടെ നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ്. വെള്ളം കൂടി പോകാതെ നോക്കണം. മസാല പൊറോട്ടയിൽ ഒഴിച്ച് നമ്മൾ ഇല കൊണ്ടാണ് പൊതിയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിൽക്കുന്ന പോലെയുള്ള മസാലയാണ് വേണ്ടത്. നമുക്ക് പൊറോട്ട ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി തട്ടിയതിന് ശേഷം നമുക്കൊരു ഇല വെച്ച് അതിലോട്ടാണ് ഈ പൊറോട്ട കിഴികെട്ടി വെക്കേണ്ടത്. ഉപ്പിൽ വെച്ചിട്ടൊന്ന് ഇല വാട്ടിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് പൊതിയാൻ കൃത്യം കിട്ടുള്ളൂ. അപ്പോൾ ഇലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. ശേഷം ഒരു പൊറോട്ട വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ മസാലയോടുകൂടി തന്നെ മുകളിൽ വെച്ച് കൊടുക്കുക. ശേഷം ഇനിയൊരു പൊറോട്ട കൂടെ വെച്ച് അതിൻ്റെ മേലെയും കൂടെ ഒന്നുകൂടെ മസാലകളൊക്കെ ഇട്ട് ഇതുപോലെ മസാല മേലെയും കൂടെ വെച്ച് നമ്മളൊന്ന് മൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഇല കൊണ്ട് പൊതിയുമ്പോൾ ഇലേൻ്റെ ടേസ്റ്റും പിന്നെ ഈ മസാലകളൊക്കെ പൊറോട്ടയിൽ നല്ല കുതിർന്ന് പിടിച്ചിട്ടുള്ള ടേസ്റ്റും നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഇത് കഴിക്കാൻ. പിന്നെ ഇവിടെ ഇല അധികം കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇലകൾ ഒന്ന് ഉപയോഗിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ശരിക്കും കുറേ ഇലകൾ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്കൊന്ന് കെട്ടിക്കൊടുത്തിട്ടൊക്കെ ക്ലിയർ ആയിട്ട് വെക്കാം. ഇലകളൊന്ന് വാട്ടിയെടുത്തത് കൊണ്ടാണ് ഈ ഇലകളിൽ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉള്ളത്. അത് നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുത്തതാണ്. അല്പം എണ്ണ മേലക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ആവിയൊന്നും പുറത്തു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് അടച്ചു വെക്കണം. അതിന് പറ്റിയ പോലെ ഒരു പാത്രം തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കണം.
ഇത് പുറത്ത് നല്ല ചൂട് അതിൻ്റെ ഉള്ളിലേക്ക് തട്ടുന്ന പോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം. ശരിക്കും പണ്ട് ഇതെല്ലാം അടുപ്പത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിൽ തന്നെയാണ് വെക്കുന്നത്. ഇതുപോലെ ഞാനൊരു ദോശച്ചട്ടിൻ്റെ മേലെ ഇതൊക്കെ വെച്ച് നല്ല അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തിരിച്ചൊന്നിട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുക്കാം. ഇത് കണ്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല വെറൈറ്റി ആയിട്ടുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി ഡിഷുടെ റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.